ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ, ഇന്നലെ രാവിലെ പോയി 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ 9:15. അപ്പോൾ പേടിച്ചിരുന്നിട്ട് ഇവിടെ പോവാണ്ടിരുന്ന്. ബസ്സിൽ ഭയങ്കര സ്പീഡാണ്. ബസ്സിന് ഭയങ്കര ടെൻഷനാണ് ബസ്സിൽ കയറിയാൽ. അങ്ങനെ എന്താ പറയുക, ഇറുക്കി പിടിച്ചിട്ടിരിക്കണം. കാരണം പേടിച്ചിട്ടൊന്നും പോവാണ്ടിരുന്ന്. പിന്നെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, കുട്ടികളെ കാണാൻ കുറേ ദിവസം കൂടുമ്പോൾ ഒന്ന് പോകണ്ടേ. അപ്പോൾ ബസ്സാണെങ്കിൽ കിട്ടിയതോ പ്രൈവറ്റ് ബസ് ലിമിറ്റഡ്, അതാണ് കിട്ടിയത്. പിന്നെ സാധാരണ ട്രാൻസ്പോർട്ടിലാണ് പോവാറ്. ട്രാൻസ്പോർട്ടിൽ കയറിയാൽ നമ്മൾ പോയാലെന്താണെന്ന് വെച്ചാൽ ഒരു മത്സരോട്ടം ഉണ്ടാവില്ല അവർക്ക്. ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് അവിടെ എത്തുന്നവരെ ഉണ്ടാവും. പിന്നെ ഒരു മത്സരോട്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ അധികം പേടിയില്ലാതെ ഇങ്ങനെ പോകാം. പ്രൈവറ്റ് ബസ്സിൽ ലിമിറ്റഡിൽ കയറി കഴിഞ്ഞാൽ ആകാശം ഭൂമിയും സ്വർഗമൊക്കെ കാണും. അമ്മ അതിലുള്ള പോക്കാൻ പോവുക. എന്നിട്ട് പേടിച്ചിരുന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം, പകുതി ദൂരം എത്തിയപ്പോൾ ഫുള്ള് ടിക്കറ്റ് എടുത്തിട്ട് 2 പേരുടെ ടിക്കറ്റ് ഫുള്ള് എടുത്തിട്ട് വണ്ടിക്ക് സ്പീഡ് കൂടുതലാണെന്നപ്പോൾ കണ്ടപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ് ഞങ്ങളിവിടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അവർ ഞാൻ അവിടെ നിർത്തണമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങുകയാണ്. ഇതിങ്ങനെ സ്പീഡാച്ചെങ്കിൽ ഞങ്ങളിത് ഇരിക്കില്ല, ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം വണ്ടിക്ക് ഇത്രയും സ്പീഡ് കൂടാൻ കാരണം എന്താ വെച്ചാൽ, ആ വണ്ടിയിൽ പോവാറൊക്കെ ഉണ്ട്. അതിൽ സീറ്റ് ഉണ്ടാവും, തിരക്കൊന്നും ഉണ്ടാവില്ല അധികം. രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഫ്രണ്ടിലുണ്ടായിരുന്നു, ഒരു ലോങ് പോണ വണ്ടി മുന്നേ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോയി, ലിമിറ്റഡ് കിട്ടണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് വരുമ്പോഴത്തേനും ഇവിടുന്ന് കടന്ന് വരുമ്പോഴത്തേനും ആ വണ്ടി പോയി. പിന്നെ വന്നത് ഈ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാരൊന്നും അധികം ഉണ്ടായില്ല. പിന്നെ ആവശ്യമായിട്ട് ഇരുന്ന് പോകാലോ വെച്ചിട്ടാണ് അതിൽ കയറിയത്. നോക്കുമ്പോൾ ഭാര സ്പീഡ്. അങ്ങനെ അവിടെ കുറച്ചവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര സ്പീഡ് വെച്ചെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ ഒന്നും മിണ്ടിയില്ല. ഞങ്ങളെ ടിക്കറ്റ് ബാക്കി തരണ്ടേ, അത് വിചാരിച്ചിട്ടാണോ മിണ്ടാതിരുന്ന് എന്താണെന്നറിയില്ല. അയാൾ മിണ്ടിയിട്ടില്ല, അയാളൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അടുത്ത സ്റ്റോപ്പ് ലിമിറ്റഡ് സ്റ്റോപ്പ് തന്നെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റേ വണ്ടി വീണ്ടും അവിടെ നിന്ന് പോയേക്കണം. അവിടെ നിന്ന് അവർക്ക് ഇവിടെ മറികടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ ഈ വണ്ടി അവിടെ ഇട്ട് 5 മിനിറ്റോളം, ഒരു 5 മിനിറ്റിൽ ഒരു 4 മിനിറ്റോളം അവിടെ ഇട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ ഇനിയിപ്പോൾ അധികം സ്പീഡ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ അയാൾ വന്നിട്ട് എന്താ ഇറങ്ങാത്തതെന്നും ചോദിച്ചില്ല. എന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ സ്പീഡ് ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയാണ് പോയി. ഒരുവിധം കുടൽ കഴിഞ്ഞ് അവിടെ എത്തി. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്ത്, അവിടെ ബസ് മറ്റേ പ്രൈവറ്റ് ബസ് നിന്നേന്ന്, പക്ഷെ കയറിയില്ല. ഞങ്ങൾ ട്രാൻസ്പോർട്ട് വരുവോളം കാത്തുന്നു. ഭാഗ്യത്തിന് അപ്പം തന്നെ വന്നു വണ്ടി, ട്രാൻസ്പോർട്ട് ബസ് വന്ന്. അപ്പം അതിൽ വന്ന് സുഖമായിട്ട് വീട്ടിലെത്തി. ഒരു ടെൻഷനും ഇല്ലത്. ഒരു യാത്ര പോകുമ്പോഴല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര സ്പീഡ് വേണം ബസ്സിന്. ഇതിങ്ങനെ ഇഴഞ്ഞിട്ട് പോയിട്ട് എപ്പത്താണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എൻജോയ് ചെയ്ത് പോകണം. അല്ലാണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ പേടിച്ചിറുകിയിരുന്നിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ഒരു സുഖം കിട്ടില്ല. ഈ ഒരു യാത്ര പോകുമ്പോൾ വണ്ടിക്കൊരു സ്പീഡ് കുറവാണ്. കുറച്ച് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ 2 സൈഡും കടകളും അതേപോലെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ കണ്ടങ്ങനെ നല്ല പോകണം. അപ്പോൾ ഈ ലോക്കലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ലോങ് പോകുമ്പോൾ പിന്നെ ഈ ലോക്കലിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കണ്ടല്ലോ. അത് വിചാരിച്ചാണ് ലിമിറ്റഡ് വരുമ്പോൾ കയറുന്നത്. അപ്പോൾ ലിമിറ്റഡ് ഇങ്ങനെ പ്രൈവറ്റുകാരാണ്, അല്ലാതെ ട്രാൻസ്പോർട്ടല്ല. അങ്ങനെ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ എന്തൊക്കെ സ്പീഡ് കൂടി. ഇതിപ്പോൾ ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് ഇപ്പം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പുറത്തെ എൻ്റെ മൂത്ത മോളുടെ അടുത്തേക്ക് പോകാൻ പിറ്റത്തെ സ്റ്റോപ്പാണ്. ഈ സ്റ്റോപ്പിൽ നിന്ന്
പിറ്റത്തെ സ്റ്റോപ്പാണ് എൻ്റെ മകളുടെ വീടിനൊക്കെ പോവാനുള്ള ബസ് സ്റ്റോപ്പ്. 10 രൂപയുടെ വഴിയുള്ളൂ. അപ്പം നടക്കുകയാണെങ്കിൽ നടക്കാനുള്ള വഴിയുള്ളൂ. പക്ഷെ പാടായതുകൊണ്ട് പുറത്ത് കൂടെ നടക്കണ്ടെന്ന് വിചാരിച്ചാണ് ബസ് കയറി പോകണത്. പാട് നല്ല വെയിലും ആവുമല്ലോ. പിന്നെ ഒറ്റയ്ക്ക് നടക്കുക വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിൽ അങ്ങനെ 10 രൂപ കൊടുത്താൽ അങ്ങോട്ട് കയറാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കയറണതാണ്. അവിടേക്ക് പോകുമ്പോൾ പോലും സ്പീഡ് കൂടിയൊക്കെ പേടിയാ. എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ. അപ്പോൾ അതാണ്. അത് കാരണം ഭയങ്കര യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ട്രാൻസ്പോർട്ട് കിട്ടിയ അങ്ങോട്ട്. അങ്ങനെ പോയി കുഞ്ഞു ബേബിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വൈകിട്ട് 6 മണിക്ക് തിരിച്ചെത്തി. അപ്പോൾ കുഞ്ഞു ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മൂത്തവർക്ക് പനിക്കുണ്ട് കുറച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ പറയാതെ ചെന്നത്. അപ്പോൾ അവരൊക്കെ പണിക്ക് ജോലിക്കൊക്കെ പോകാനുള്ള പുറപ്പാടിട്ടിരുന്നു. 9 മണി 9:15 അവിടെ എത്തുമ്പോൾ. അപ്പോൾ അവർ ജോലിക്ക് പോകണം. ഉമ്മക്ക് ജോലി ഉണ്ട്. അപ്പം ഉമ്മ ജോലിക്ക് പോകാൻ 1 മണിക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ചെല്ലുമ്പോൾ അപ്പോൾ എൻ്റെ മോളും 2 കുട്ടികളും പിന്നെ അവരുടെ ഏട്ടൻ്റെ ഒരു പെൺകുട്ടിയുണ്ട്, പെങ്ങളുടെ ഒരു പെൺകുട്ടിയുണ്ട്. അവർക്കൊക്കെ ഉള്ള ഫുഡ് അവരുണ്ടാക്കി വെച്ചിട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോഴാണ് ഞങ്ങളില്ലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വരണ്ടേ, ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്നല്ലോ. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ പറയാതല്ലേ പോണത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ബസ് ഇറങ്ങിയപ്പോൾ ചായ കുടിച്ചിട്ട് അവിടെ പോയത്. നമ്മൾ കുട്ടികളെ കാണാനല്ലേ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെല്ലുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഞായറാഴ്ച വന്നാൽ മതി. അപ്പോൾ ഞായറാഴ്ച എനിക്കിവിടെ 100 കാര്യങ്ങളുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇട ദിവസം തന്നെ എനിക്ക് ഒഴിവില്ല. ഞാൻ ഇന്നലെ ഒഴിവുണ്ടാക്കി പോയതാണ്. അപ്പോൾ കുട്ടീനെ കാണാൻ 10 ദിവസമായിട്ട് പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് 90 കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് സമാധാനം ഉണ്ട്. അവർ വരുമ്പോൾ ഒറ്റ വിചാരിച്ചിട്ട് സമാധാനിച്ചിട്ട് 90 കഴിയാതെ പോയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കുട്ടീനെ കുളിപ്പിക്കാനൊക്കെ ഉമ്മക്ക് പേടിയാണ് കുട്ടീനെ കുളിപ്പിക്കാൻ. അപ്പം അവളെന്നെ കുളിപ്പിക്കണേ. അപ്പോൾ 90 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളൊന്നും എടുക്കാനാവില്ല. അപ്പോൾ പിന്നെ അവൾക്ക് കുളിപ്പിക്കാം. ഇതിപ്പോൾ 60 കഴിഞ്ഞ് കൊണ്ടുപോയി അത്രക്കല്ലേ കുട്ടി ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് കുട്ടികളെ കാണാണ്ട് ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഇത്രയും ദൂരത്തേക്ക് ഇങ്ങനെ വരണ്ട. അവരാണെങ്കിൽ ബസ്സിനൊന്നും വരില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ട്രെയിനിനൊന്നും വരാൻ പറ്റില്ല. ട്രെയിനിൽ വരാൻ പറ്റിയ സ്ഥലത്തല്ല ഞങ്ങൾ. അപ്പോൾ അവർ ഈ സ്കൂട്ടിമേലാണ് അല്ലെങ്കിൽ ബൈക്കുമേലെ വരിക. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇപ്പോൾ ഈ റോഡൊക്കെ ഹൈവേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ വീടെത്തോളം വെയിലാണ്. എന്ത് വെയിലാണ്. ആ വെയിൽ ഫുള്ള് കൊള്ളണം. എല്ലാം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ റോഡിൻ്റെ 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തണലുണ്ടാവും. ഒരു പാടങ്ങളിലൊക്കെ ഇല്ലാത്തുണ്ടാവുള്ളൂ. ഇപ്പോൾ ആ മരങ്ങളും ഒക്കെ ബിൽഡിങ്ങുകളും എല്ലാ ബസ് സ്റ്റോപ്പുകളും ഒക്കെ പൊളിച്ചു മാറ്റി വലിയ വലിയ റോഡുകളൊക്കെ വീതി കൂട്ടി ഹൈവേയും